സ്വത്ത് തർക്കത്തെ തുടർന്ന് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരൻ രഞ്ജി കുര്യൻ, മാതൃസഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെ വെടിവെച്ചു കൊന്ന കേസിൽ ഇന്ന് ശിക്ഷാവിധിയാണ്. പ്രതി കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. സനോജ്, അവസാനമായി കോടതിക്ക് മുന്നിൽ പറയാനുള്ളത് വാദിഭാഗത്തിനും ഒപ്പം പ്രതിഭാഗത്തിനും പറയാനുള്ളത് ഇന്ന് കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. പരമാവധി ശിക്ഷ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ കേസിൽ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും കാവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാഴാഴ്ച ഈ കേസിൽ ബുധനാഴ്ച ഈ കേസിൽ വാദങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ശിക്ഷ വിധിക്കുകയായിരുന്നു. പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഇതിനെ തുടർന്ന് ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നലെ കോടതിയിൽ നടന്നു. ഇതിനുശേഷം കേസിന്റെ അന്തിമ വിധി പറയാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജി ജെ നാസർ ആണ് ഈ കേസ് ഇന്ന് വിധി പറയുന്നത്. 2022 മാർച്ച് മാസം 7-ാം തീയതിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യൻ സഹോദരനായിട്ടുള്ള രഞ്ജു കുര്യനെയും അതുപോലെ തന്നെ മാതാവിന്റെ സഹോദരനായിട്ടുള്ള സക്കറിയെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വെടിവെച്ച് കൊന്നതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹത്തെ പോലീസ് പിടികൂടുകയും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ വേളയിൽ അമ്മയും മറ്റു ബന്ധുമിത്രാദികളും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെല്ലാം കൂറുമാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പിന്നാലെ അവിടുത്തെ തൊഴിലാളികളായിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറും ഒപ്പം തന്നെ അവിടെ ജോലി നോക്കിയിരുന്ന മറ്റൊരു 2 പേരും അവരുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, DNA പരിശോധനാ ഫലമൊക്കെ പ്രോസിക്യൂഷനെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇന്നലെ നടന്ന വാദപ്രതിവാദത്തിനിടയിൽ തനിക്ക് പ്രായമായ അമ്മയും കുടുംബവും ഉണ്ട് എന്നും അതിനാൽ തന്റെ ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നുള്ളതുമായിരുന്നു പ്രതി ജോർജ് കുര്യൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തുന്നതിന് മുമ്പ് സഹോദരിയുടെ വാട്സാപ്പിൽ ഈ പ്രതി സന്ദേശം അയക്കുകയും താൻ നാളെ ഒരു നിർണായകമായ കാര്യം നടപ്പിലാക്കുമെന്നും അത് പത്രങ്ങളിൽ വലിയ വാർത്തയായി വരുമെന്നും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. യാതൊരു ദയയും അറിയിക്കുന്നില്ല. മാത്രമല്ല, ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടും പ്രതിക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല എന്നും പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചു. അങ്ങനെ 1 മണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദങ്ങളാണ് ഇന്നലെ കോടതി മുറിക്കുള്ളിൽ നടന്നത്. ഇതിനുശേഷമാണ് ഇന്ന് അന്തിമ വിധി വേണ്ടി കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. കാവ്യ. ശരി, സനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശിക്ഷാവിധി ഇന്നുണ്ടാവുകയാണ്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ 11 വർഷങ്ങൾക്ക് മുൻപ് 5 വയസ്സുകാരനായ ഷഫീഖിനെ ഗുരുതരമായി ആക്രമിച്ച കേസിൽ ഷഫീഖിന്റെ പിതാവ്, രണ്ടാനമ്മ ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷാവിധി ഇന്നലെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. അതിനൊപ്പം തന്നെയാണ് നമ്മൾ ഈ കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തേടിയിരുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ശിക്ഷാവിധി ഈ കേസിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.